ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നിഫ്റ്റി സ്പോട്ട് ചാർട്ട് നല്ലൊരു കൺസോൾട്ടേഷനാണ് നിൽക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ആവാന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യാന്നുണ്ട്. അങ്ങനത്തെ സിനാരിയോസിലാണ് ഇനി ഒരു ഫർദർ സി മൂവ്മെൻറ്റ് കിട്ടുക. ഇത് ഓൾറെഡി ഒരു സി എന്നും പറയാൻ പറ്റില്ല, പി എന്നും പറയാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഇന്നലെ ഫോളോ ചെയ്ത ഒരു ലൈനിലാണ് ഇന്ന് നിൽക്കണത്. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ സി യു ഇല്ല, പി യു ഇല്ല, കൺസോൾട്ടേഷനാണ്. രാവിലെ നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് നല്ല സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഒന്ന് അടിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് കാണിച്ചിരുന്നു. പിന്നെ നേരെ സി സൈഡിലേക്ക് പോകുമായിരുന്നു. സി സൈഡ് പോയിട്ട് അങ്ങോട്ട് കയറി പോകാന്നുള്ളതല്ല, അതവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി മാർക്കറ്റ് തീരുമാനിക്കുക അതെങ്ങോട്ടാണ്. ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് ഒരു കറക്റ്റ് ഒരു വേലാണ്. ഇനി ഇവിടെ നിന്നാണ് ഒരു തീരുമാനം വരുന്നത്, സിയിലേക്കാണോ പിയിലേക്കാണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊന്ന് ഫുൾ ടാർഗറ്റ് അടിച്ചിട്ടുള്ള 2 ട്രേഡ് ഉണ്ട്. നിഫ്റ്റിയിലും സെൻസസിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അധികം ട്രേഡ് കിട്ടിയിട്ടില്ലേ, അതും പറയാമല്ലോ. ഓപ്പർച്യൂണിറ്റി കുറവാണ്. എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാം. അതിനുള്ള ഒരു 10 പോയിന്റ് കിട്ടാനുള്ള വകുപ്പൊക്കെ എൻ്റെ ഉള്ളുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രേഡാണെന്ന് ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല മൊമെൻറ്റ് വരികയെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഈ മോർണിംഗ് സെക്ഷനിൽ തന്നെയാണ് കിട്ടുക. പിന്നെ ബി ടി സിയുടെ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബി ടി സിയിലെ ട്രേഡ് പറഞ്ഞാൽ ഫുൾ ടാർഗറ്റ് ആയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ $1000 $2000 എന്നല്ല, $200 ഓപ്ഷൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ $200 ബി ടി സിയിൽ വന്ന ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ബി ടി സി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ റെഫർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എനിക്ക് ആ യൂസർ ഐ ഡി അയച്ചു തന്നാൽ മതി. ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ബി ടി സി ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൊടുക്കാം ഇങ്ങനത്തെ ഒരു വലിയ വലിയ പ്രോഫിറ്റുകൾ. പക്ഷേ എല്ലാ ദിവസവും നല്ല ടൈം അനുസരിച്ച് മാർക്കറ്റ് മൂവ്മെൻ്റ് അനുസരിച്ച് ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. മിക്ക ദിവസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് ഓരോന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് ഫ്രീ ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് പി സൈഡിക്കായിരുന്നു ഫസ്റ്റ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഇത് തന്നെയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള ലെവലും ഇത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവർക്ക് കിട്ടിയിട്ടുള്ള ലെവൽ ഇത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളിത് എടുക്കുകയെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ പ്രോഫിറ്റ് അവിടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 137 വരെ നിൽക്കുള്ളൂ. അതിനുശേഷം നല്ല ഒരു ഫോളോ ആണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടണം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി കറക്റ്റായിട്ട് എൻ്റെ പ്രോപ്പർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആക്കി, അതായത് 9:15 കല്ലാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഓൾറെഡി 8:30 കൊടുത്ത ലെവലാണത്. അപ്പോൾ ഈ 106 മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്തു, റെഡ് ക്യാൻഡിൽ വന്നു. ഈ റെഡ് ക്യാൻഡിൽ വന്നതോട് കൂടിയിട്ട് നമുക്ക് ട്രേഡ് ആക്ടിവേഷനായി. പിന്നെ നമുക്കൊരു മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കേണ്ട ആവശ്യമില്ല. ഈ ക്യാൻഡിൽ, ഈ മൂന്നാമത് വന്ന ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ഇത്തിരി അടിയിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്കൗണ്ട് എൻട്രിയോ ലിമിറ്റ് എൻട്രിയോ എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ ഒരു സിനാരി നടന്നിട്ടില്ല. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 6 രൂപ വ്യത്യാസത്തിനാണ് ഈ ട്രേഡൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ 6 രൂപ വ്യത്യാസം എടുക്കുന്നത് ഞാൻ എവിടെയും പറയാറില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ട്രേഡ് ആക്ടിവേഷനാണ്. നിങ്ങൾക്ക് എസ് എല്ലിൽ കൂട്ടിയിടാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാനിവിടെ പറയുന്നത് 10 പോയിന്റ് എസ് എൽ ആയതുകൊണ്ട് എനിക്കത് ഗ്രൂപ്പിൽ പറയാൻ പറ്റില്ല. മനസ്സിലായത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് അത് ബിഹേവ് ചെയ്യുക. അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ പ്രാവശ്യങ്ങളും എടുക്കണമെന്നും പറയാറില്ല. നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ലിമിറ്റിലോ അല്ലെങ്കിൽ 1 രൂപ 2 രൂപ വ്യത്യാസം എടുക്കുക. അതാണ് ചെയ്യേണ്ടത് എപ്പോഴും. എല്ലാ ട്രേഡും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈസി ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് വരും. അതായത് 114 15 137 20 22 പോയിൻറ്റ് 25 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു പ്രോഫിറ്റ് അത് എന്തായാലും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ പ്രോഫിറ്റ് വന്നാലും നമ്മൾ എസ് എല്ലിനെയാണ് ഫോക്കസ് ചെയ്യണത്. ഈ എസ് എല്ലിൽ വരുന്ന ഭാഗമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ റിസ്ക് എന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി വരും. അത്ര ഉള്ളൂ എൻ്റെ ഉള്ളത്തെ കാര്യം കേട്ടോ. പക്ഷേ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അടിയിലും ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ട്. 65-80 ലെവൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആക്ടിവേഷൻ നടന്നിട്ടില്ല. ഇവിടെ ക്യാൻഡിൽ ഇവിടെ കയറിയിട്ടുണ്ട്. ചിലവർക്ക് റെഡ് ക്യാൻഡിലാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11:49 ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് ചിലവർക്ക്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് സെറ്റിങ്സ്, ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് സെറ്റിങ്സ്. ഇങ്ങനെ തന്നെ ചാർട്ട് സെറ്റിങ്സ് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നിങ്ങൾക്കത് കറക്റ്റ് ആവുള്ളൂ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് വയ്ക്കണം. നേരത്തെ ഇത് നിങ്ങൾക്ക് ഗ്രീനാണ് വരിക. സൂം ചെയ്ത് നോക്കുക. ഇത് ഗ്രീനാണ് ക്യാൻഡിൽ. അപ്പോൾ ഇത് റെഡായിട്ട് ചിലർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എസ് എല്ലിൽ പോകും. അത് മാനിപ്പുലേഷൻ ക്യാൻഡിലാണ് ഈ സംഭവം. ഞാൻ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഞാൻ അധികം യൂസ് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു വേർഡായതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കണം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്.
പിന്നെയും ക്യാൻഡിൽസ് കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടക്കണില്ല. റെഡ് ക്യാനിൽ അടിയിൽ ലോസ് ചെയ്യണം, ഇവിടെ റെഡ് ക്യാനിൽ അടിയിൽ ലോസ് ചെയ്യണം. ഇപ്പോൾ ട്രേഡ് ഇല്ല എന്നാണ് മാർക്കറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കണ്ട, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എടുക്കാതിരിക്കുമ്പോൾ എന്തുണ്ടാവണമെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെയാണ് എൻട്രി. ഇതിൽ വേറെ എൻട്രികളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ വേറെ എൻട്രികൾ. പക്ഷെ ഒന്ന് ആക്റ്റീവ് ആവാനുള്ള വകുപ്പുകളില്ല. ഇനിയിപ്പോൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾ 10 മിനിറ്റിൽ ഇറങ്ങും വേണം, ചെറിയ പോയിന്റ് പ്രോഫിറ്റ് വരികയും ചെയ്യുള്ളൂ. അതാണ് എൻ്റെ അടുത്തൊരു പ്രശ്നം. എനിക്ക് ഇതിപ്പോൾ കൊടുക്കാൻ പറ്റാണ്ടല്ല, പക്ഷെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണല്ലേ. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് എന്താ കാര്യമില്ല. അതാണ് അവിടുത്തെ പ്രശ്നം കേട്ടോ. ഇനി സെൻസസ് ആണെങ്കിലും ഒരു ഡിസ്കൗണ്ട് എൻട്രി ആണത്. ഇത് ചിലപ്പോൾ നിങ്ങൾ മേ ബി എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാവാണ്ടിരിക്കുക. ട്രേഡ് ആക്ടിവേഷൻ ആണെന്നത് ഇവിടെയാണ്. ഇവിടെ ആക്ടിവേഷൻ അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 296 ഞാൻ പറഞ്ഞ പ്രൈസ് 256. അപ്പോൾ 40 പോയിന്റ് അവിടെ തന്നെ പോയി. അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടിക്ക് വന്നിട്ടുണ്ട്, ഒരു 10-15 പോയിന്റ് ഡിസ്കൗണ്ടിക്ക് വന്നിട്ടുണ്ട്. അത് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു 1:1, അതായത് ഒരു 63 പോയിന്റ്, 60 പോയിന്റിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. കറക്റ്റ് 15 പോയിന്റിൻ്റെ മുകളിൽ തന്നെ എടുക്കും വേണം, എന്നാലും 60 പോയിന്റ് പോവുള്ളൂ. അപ്പോൾ അത് മേ ബി എടുക്കാൻ സാധ്യതകൾ കുറവാണ്. പക്ഷെ ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം. പക്ഷെ ആ ട്രേഡ് സാധ്യത കുറവാണ് എല്ലാവരും എടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരണത്. അല്ല 1-2 പേർക്ക് കിട്ടണ കാര്യമല്ല പറയണത്, എല്ലാവർക്കും 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഗ്രൂപ്പിൽ കിട്ടണം. അങ്ങനത്തെ ട്രേഡിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 40 പേർക്ക് കിട്ടുള്ളൂ. അതാണ് അവിടുത്തെ വ്യത്യാസം. എല്ലാവരും എടുക്കുന്ന നിർബന്ധമല്ലേ. പിന്നത്തെ ലെവൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നേരത്തെ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞത് തന്നെയാണ്, ടെസ്റ്റിങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഫെയിൽ ആവുകയാണ്. അപ്പോൾ ട്രേഡ് ഇല്ല എന്നർത്ഥം. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,000 സി ആണ്. 25,000 സിയിൽ 2 എൻട്രി ഉണ്ട്. രണ്ടാമത്തെ എൻട്രി ഞാൻ പറയാം. ഒന്നാമത്തെ എൻട്രി ഈസി ഒരു എൻട്രി ആയിരുന്നു. 10 മിനിറ്റ് കൊണ്ട് 50 പോയിൻ്റാണ് നിഫ്റ്റിയിൽ വന്നത്. ഞാൻ പ്രോഫിറ്റ് വന്നത് വളരെ ഈസി ആയിട്ട് പറയണതല്ല, നമ്മളിവിടെ കണ്ടീഷൻ നോക്കുക. ഞാൻ ട്രേഡ്സ് ഇട്ട ശേഷം ഇവിടെ കണ്ടീഷൻ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. റെഡ് ക്യാനിൻ്റെ മുകളിൽ ലോസ് ചെയ്തോട് കൂടിയിട്ട് ഇവിടെ ബൈയിങ് പ്രഷർ വന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളൊരു മാജിക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രേഡിൻ്റെ കാര്യം. 10 മിനിറ്റ് കൊണ്ട് 50 പോയിന്റ് അതിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഈ ട്രേഡ് ഞാൻ ഓൾറെഡി രാവിലെ 8:30 കൊടുത്തുള്ള ട്രേഡാണ്. 137 എന്ന് പറഞ്ഞ ലെവല്. ഈ 137 നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് എൻട്രി കിട്ടും. ഇനിയിപ്പോൾ അത്യാവശ്യം അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലെടുക്കാം, ഇവിടെ എടുക്കാം, ഏതിലെടുത്താലും കുഴപ്പമില്ല. ഒരു 30 പോയിന്റ് 35 പോയിന്റ് അടുത്ത് പോയിട്ടുള്ളതാണ്. പിന്നെ റീ എൻട്രി ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലവർ. അതായത് 137 അടിയിലേക്ക് വന്നത് തിരിച്ച് കയറുമ്പോൾ റീ എൻട്രി ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ റീ എൻട്രി എടുക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ഇറങ്ങേണ്ട വരും. ഇവിടെ സൈഡ് വേസ് കട്ട സൈഡ് വേസാണ് ഇവിടെ. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് ഇറങ്ങേണ്ട വരും. അല്ലെങ്കിൽ ഈ 2 ക്യാൻഡിൽ എസ്എല്ലോ പോകും. ഇനി തിരിച്ച് കയറുന്ന സമയത്ത് ഇവിടെ റീ എൻട്രി ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീ എൻട്രി എടുക്കുക. പക്ഷേ ലിമിറ്റിലോ ഡിസ്കൗണ്ടിലോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഇതും ഇറങ്ങേണ്ട വരും. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല കേട്ടോ. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡലിലാണ്. ഇത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വരുന്ന ഒരു ക്യാൻഡലാണ്. അപ്പോൾ അങ്ങനെ 3-4 ട്രേഡ് ആ 137 വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുള്ളൂ. റീ എൻട്രികളാണ് ഇതൊക്കെ കേട്ടോ. റീ എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അങ്ങനെയാണ് ഈ 2 എൻട്രി കിട്ടിയത്. ഇങ്ങനെ തന്നെയാണ് സെൻസസിൽ നമുക്ക് 200 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 200 പോയിന്റ് ഈസി അല്ല. ഇവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആണ്. റെഡ് ക്യാനിലാണ് ഇമ്പോർട്ടൻറ്റ്. റെഡ് ക്യാൻ വന്ന ശേഷം ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എടുക്കാം. 100 പേര് അറ്റ് എ ടൈമിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 100 പേർക്ക് എടുക്കാൻ വേണ്ടി എൻട്രിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടാണ്. മിനിമം ഒരു 99 പേർക്ക് എടുക്കാൻ വേണ്ടി എൻട്രിയാണത്. മിനിമം 99 പേർക്ക് എടുക്കാൻ പറ്റും. സെൻസസ് മാത്രമല്ല, നിഫ്റ്റിയാണ്. നേരത്തെ കാണിച്ചാൽ നിഫ്റ്റിയാണെങ്കിൽ 99 പേർക്ക് എടുക്കാം. ആ ടൈമിന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 99 പേർക്ക് എടുക്കാൻ വേണ്ടി എൻട്രിയാണ് ഈ പറഞ്ഞ എൻട്രി. രണ്ടാമത്തെ എൻട്രി ഞാൻ രാവിലെ കൊടുത്ത ലെവലാണ്, 8:30 കൊടുത്ത ലെവലാണ്. അപ്പോൾ അവിടെ ട്രേഡ് എടുക്കണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. അതൊരു 120 പോയിന്റ് പോയിട്ടുണ്ട്. 1:2 മുകളിൽ എന്തായാലും പോയിട്ടുണ്ട്. പിന്നെ റീ എൻട്രി ഉണ്ട്. റീ എൻട്രിയോടെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ റീ എൻട്രി തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്. കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റ് കിട്ടുന്നുണ്ട് ട്രേഡ് എടുക്കാൻ. റീ എൻട്രി എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെ ഫോളോ ചെയ്യുന്ന പലർക്കും എല്ലാം അറിയാം. അപ്പോൾ എനിക്ക് കുറേ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ, ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കുള്ളത് എൻ്റെ ചാനൽ പുതുതായിട്ട് ഇപ്പോൾ ഇന്ന് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി വാച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കണ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങളിത് റിയലായിട്ട് കാണുന്നില്ല, മീൻസ് ലൈവായിട്ട് നിങ്ങൾ കാണുന്നില്ല. എനിക്ക് ലൈവ് ഇട്ട് ഇത് പ്രൂഫ് ഇടേണ്ട ആവശ്യം എന്തായാലും ഇല്ല എനിക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട്. ഞാൻ റൺ ചെയ്യുന്നത് ഫ്രീ ടെലിഗ്രാം ചാനലാണ്. പെയ്ഡും ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ, പെയ്ഡിനോട് സംസാരിക്കണില്ലേ. ഫ്രീയുടെ കാര്യമുണ്ട്. ഫ്രീ 10:30 വരെയാണ് ടൈം. ഈ 10:30 വരുന്ന ഉള്ളിൽ വരുന്ന എല്ലാ ട്രേഡും നമുക്ക് എടുക്കാം. അതിൽ പ്രോഫിറ്റ് വരുന്നുണ്ടോ ലോസ് വരുന്നുണ്ടോ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ കൊടുക്കണ കോഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടണത് രാവിലെ 8:30 കിട്ടും. ഏത് ലെവലിലാണ് എൻട്രി വരേണ്ടത്,
എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്. ഇനി എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ഞാനൊരു വീഡിയോയും കൂടി പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക. ലൈവ് കാണണം, ഞാൻ ടാർഗറ്റ് വന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ കേൾക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ കമൻറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല. എന്നാലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കാം, കുഴപ്പമില്ല, അത് ഓക്കെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ പറയണതിൻ്റെ മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കുക. അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാൻ സമയമില്ല, വെറുതെ കമൻറ്റ് ഇടാൻ സമയമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ അത് കാണൂല, റിയാക്ട് ചെയ്യാനും മുകളിൽ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമാണ്. ഞാൻ ഒരാളുടെയും പൈസ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചിട്ടൊന്നുമില്ല. അത് ഫ്രീ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് നല്ല രീതിക്ക് അറിയാം. മാസങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം, ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഉള്ളിടത്തോളം എനിക്ക് പ്രശ്നമില്ല. നമ്മളവിടെ ഫേക്ക് ആയിട്ടൊരു കാര്യം ചെയ്യണില്ല. നിങ്ങളുടെ മുമ്പിലാണ് ഈ പ്രൈസ് വന്ന് പോണതും കണ്ടീഷൻ ആക്ടിവേറ്റ് ആവുന്നതും പ്രോഫിറ്റ് വന്നും ഒക്കെ പോണതും നിങ്ങളുടെ മുമ്പിലാണ്. ഞാൻ വെറുതെ പ്രോഫിറ്റ് വന്ന ശേഷം വെറുതെ വന്നിട്ട് ആ പ്രോഫിറ്റായി എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു വൃത്തിക്കൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ്റെ മുകളിൽ ട്രേഡ് ആക്ടിവേഷൻ നടക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര നേരം ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, എത്ര ടൈം കൊണ്ട് ട്രേഡ് എടുക്കണമെന്നും പറയുന്നുണ്ട്, SL എത്ര ഇടണമെന്ന് പറയുന്നുണ്ട്. എല്ലാ ട്രേഡും സെയിം SL അല്ല, മനസ്സിലായില്ലേ? എല്ലാ ട്രേഡും സെയിം SL ആണ്. നിഫ്റ്റിയിൽ 10 പോയിൻ്റ് SL ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ ഞാൻ പറയുന്ന ട്രേഡ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതിനാണ് നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യേണ്ടത്. ഒന്നും കാണാണ്ട് എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ഒന്നും മാറ്ററല്ല. ഒന്നെങ്കിൽ ഞാനത് ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യും, മനസ്സിലായില്ലേ? അതിലൊക്കെ ഞാൻ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ചെയ്തു. നാളെ ചൊവ്വാഴ്ച ആരെങ്കിലും ട്രേഡ് കിട്ടട്ടെ. നല്ല ഓപ്പർച്യൂണിറ്റികൾ കണ്ടിന്യൂസ് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത്രയും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരു അബ്നോർമൽ പ്രോഫിറ്റ് അങ്ങനത്തെ ഒരു സംഭവത്തേക്ക് പോകാൻ പറ്റും. കണ്ടിന്യൂസ്ലി ട്രേഡ്സ് വരുന്നുണ്ടെങ്കിൽ, നല്ല ട്രേഡുകൾ വരുന്നുണ്ടെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് വരും. സൈഡ് വൈസ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിപ്പോഴേ പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.